പാലക്കാട് വടക്കന്തറയിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് 4ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. റോഡരികിൽ ഉപേക്ഷിച്ച ബോൾ രൂപത്തിലുള്ള സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചത്. പന്നിപ്പടക്കമാണെന്നാണ് സംശയം. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരനാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. ശ്രീജിത്തെ, എന്തായിരുന്നു ഈ അപകടം? എപ്പോഴായിരുന്നു? വിവരങ്ങൾ. വൈകിട്ട് അല്പസമയം മുൻപായിരുന്നു ഈ ഒരു അപകടം നടന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണ് വ്യാസവിദ്യാപീഠം പ്രൈമറി സ്കൂൾ, ദേവി വിദ്യാനികേതൻ, വടക്കന്തറ, പാലക്കാട്. ഈ മേഖലയിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. നമുക്കിനി ആ പന്നിപ്പടക്കം എന്ന് പറയുന്ന വസ്തുവിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് വേണമെങ്കിൽ പകർത്താം. ഇതാണ് ആ പന്നിപ്പടക്കം എന്ന് പറയപ്പെടുന്ന ആ ദൃശ്യങ്ങൾ. ഇതാണ് ഇതുപോലുള്ള ഒരു വസ്തു തൊട്ടടുത്ത നമ്മുടെ തൊട്ടപ്പുറത്തെ ആ വീട്ടിൽ പരിസരത്ത് വെച്ചായിരുന്നു ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടിക്ക് കിട്ടിയത്. എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ കല്ലുകൊണ്ട് കുത്തിപ്പൊട്ടിക്കാൻ നോക്കിയെന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നീട് നോക്കുന്ന സമയത്ത് പുറത്തേക്ക് വലിച്ചെറിയാൻ ആ അമ്മ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ ആ അമ്മ ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ ഈ പറയുന്ന പന്നിപ്പടക്കം എറിഞ്ഞു കളഞ്ഞു. കൈക്ക് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ നാട്ടുകാരൊക്കെ തന്നെ വലിയ ഭയത്തിലാണ്. നമുക്ക് ഇവിടുത്തെ വാർഡ് കൗൺസിലറോട് ചോദിക്കാം. പടക്കമാണെന്ന് തന്നെയല്ലേ നമ്മൾ കരുതുന്നത്? പോലീസുകാർ പറഞ്ഞത് ഒരു പഴകിയ സാധനം എന്നാണ് പറഞ്ഞത്. പന്നിപ്പടക്കം പോലത്തെ എന്തോ ഒരു സാധനമാണ്. എവിടുന്ന് വന്നതെന്ന് അറിഞ്ഞിട്ടില്ല. 5 ഉണ്ടായിരുന്നത്, അതിൽ ഒരെണ്ണം പൊട്ടി. പ്രശ്നങ്ങളൊന്നും ഇല്ല, നിസ്സാര പരിക്കുകളുള്ളൂ. പൊട്ടിയ സമയത്ത് അമ്മയ്ക്കും കാലിൽ ചെറിയൊരു പരിക്കുള്ളൂ. അതാണ് പറയുന്നത്. കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല. അന്വേഷണം നടക്കുന്നുണ്ട്. അത് പന്നിപ്പടക്കം തന്നെയാണോ എന്ന കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസ് ഈ പ്രദേശത്ത് ഇപ്പോൾ പരിശോധന തുടരുകയാണ്. ശരി, പൊട്ടിത്തെറിച്ച് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ശ്രീജിത്ത് ശ്രീകുമാരനാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.